കാന്തപുരത്തിന്റെ പേരിൽ വ്യാജ പരാമർശമെന്ന് പരാതി. ആഭ്യന്തര മന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി മർക്കസ് മീഡിയ ജോയിന്റ് ഡയറക്ടർ രംഗത്തുണ്ട്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി വിദ്വേഷം അപകീർത്തിയും പ്രചരിപ്പിക്കുന്നു എന്ന് പരാതിയിൽ പറയുകയാണ്. രാഹുൽ കെ വിവരങ്ങളുമായിട്ട്. രാഹുൽ, ഈ കാന്തപുരത്തിന്റെ പേരിൽ വ്യാജ പരാമർശം ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വലിയ തോതിൽ കേസും ചർച്ചയുമായൊക്കെ നിൽക്കുകയാണ്. ഇതെന്താണ് സംഭവം? രതീഷ്, നിലവിൽ സംസ്ഥാന പോലീസ് മേധാവി, കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ, കുന്നമംഗലം പോലീസ് എന്നിവർക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. മർക്കസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ജോയിന്റ് ഡയറക്ടറാണ് പരാതിക്കാരൻ. അതായത് കാന്തപുരം എ.സി. അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ വ്യാജ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. വസ്തുതാവിരുദ്ധവും അപകീർത്തികരവുമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി 10ലധികം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയാണ് ഇത്തരത്തിലുള്ള പ്രചാരണം നടന്നതെന്നാണ് പരാതിയിൽ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നത്. കാന്തപുരത്തിന്റെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ പറഞ്ഞത് എന്ന വ്യാജേന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ചില വസ്തുതകൾ, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. 10ഓളം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ചില വ്യക്തികൾ, അങ്ങനെ ഉള്ള ആളുകൾക്കെതിരെയാണ് ലിങ്കുകൾ സഹിതം ഇപ്പോൾ പോലീസിൽ. ബഹുമാനികളായ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഇന്നലെ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും ചാനലുകളിൽ വന്ന ഒരു വാർത്തയാണ്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാ പ്രധാനപ്പെട്ട യൂട്യൂബർമാരും അവരുടെ ചാനലുകളിൽ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയുണ്ടായി. മഹാനായ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്ന പേരിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയും അതിനെ വിശകലനം ചെയ്തുകൊണ്ട് പല പ്രസിദ്ധരായ യൂട്യൂബർമാർ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുകയും അതിൻ്റെ പേരിൽ ഒരുപാട് ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചും കൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പല ന്യൂസുകളും അവർ കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിനെതിരെ മർക്കസിൻ്റെ ഡയറക്ടർ കൊടുത്ത കേസിൻ്റെ പേരിലാണ് ഇത്തരം വ്യാജ വാർത്ത പ്രചരിപ്പിച്ച അല്ലെങ്കിൽ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച ആളുകളുടെ പേരിൽ കേസെടുത്തും കൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ കേസെടുക്കാൻ വേണ്ടി കേസ് കൊടുത്തത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മളിലേക്ക് പല നിലക്കുള്ള വാർത്തകളും ന്യൂസുകളും വന്നെത്തും. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് തന്നെ സാമൂഹിക മാധ്യമങ്ങളുടെ ഈ ഒരു കുത്തൊഴുക്കിൻ്റെ കാലത്ത് ആർക്കും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്, എന്ത് വേണമെങ്കിലും പറയാവുന്നതാണ്. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അത് ലോകമെമ്പാടും ആ വാർത്തകൾ പ്രചരിക്കുകയും ചെയ്യും, സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ. കാരണം മുമ്പത്തെ പോലെയല്ല. മുമ്പൊരു കാര്യം, പണ്ട് കാലങ്ങളിലൊക്കെ ഒരു വിഷയം നമ്മളിലേക്ക് അറിയണമെങ്കിൽ തന്നെ എത്രയോ കാലം പിടിക്കും, എത്രയോ സമയം പിടിക്കും. ഇന്നങ്ങനെയല്ല. ഒരു ന്യൂസ് പടച്ചു വിട്ടാൽ, ഒരു വാർത്ത പടച്ചു വിട്ടാൽ, അതൊരു വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചാൽ നിമിഷങ്ങൾക്കകം, സെക്കൻഡുകൾക്കകം ലോകത്തിൻ്റെ ഏത് ഭാഗത്തിലേക്കും എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രതരായിരിക്കണം. കണ്ടതൊക്കെയും പറയുക, കേട്ടതൊക്കെയും പറയുക എന്ന നമ്മുടെ സ്വഭാവം നാം മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ ഇത്തരം അപകടത്തിൽ നമ്മളൊക്കെ ചെന്ന് ചാടും. നമ്മളും ആ പോസ്റ്റർ കണ്ടതാണ്. അതായത് മഹാനായ കാന്തപുരം ഉസ്താദ് താൻ മരിച്ചാൽ തൻ്റെ ഖബറ് മർക്കസിൽ ഉണ്ടാക്കണമെന്നും അതുപോലെ തൻ്റെ ഖബറിൻ്റെ മുകളിൽ, ഔലിയാക്കളുടെ ഖബറിൻ്റെ മുകളിൽ കെട്ടിപ്പടുക്കുന്നത് പോലെയുള്ള ബിൽഡിങ്ങോ മക്കാമോ കുബ്ബയോ നിർമ്മിക്കാൻ പാടില്ല എന്ന പേരിൽ അദ്ദേഹം പറഞ്ഞു എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രചരിച്ചത്.
അപ്പോൾ ഇത് തീർത്തും വാസ്തവ വിരുദ്ധമാണ് എന്നതാണ് ഇന്നലത്തെ ആ കേസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല അതിനെ എടുത്തും കൊണ്ട് പലരും സുന്നികളാണെന്ന് പറയുന്ന പലരും എന്ന് പറഞ്ഞാൽ കാന്തപുർ ഉസ്താദിനെ വളരെയേറെ വിമർശിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തോട് വളരെയേറെ കഠിനമായ ദ്വേഷം വെച്ച് പുലർത്തുന്ന ചില ആളുകൾ. അവർ സുന്നികളാണെന്ന് പറയുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അവർ സുന്നികളല്ല. കാന്തപുർ ഉസ്താദിൻ്റെ നേരെ എതിരെയുള്ള സമസ്തക്കാരെന്ന് പറയുന്ന പരിശുദ്ധമായിരിക്കുന്ന യഥാർത്ഥ സമസ്തയുടെ ആൾക്കാരുമല്ല, മറിച്ച് ചില ത്വരീഖത്തിൻ്റെ ആളുകളൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ നമ്മളിലേക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ നമ്മൾ ഒരിക്കലും അത് പ്രചരിപ്പിക്കുകയോ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുകയോ ചെയ്യരുത്. കാരണം എന്തുകൊണ്ടാണ്? ഇതൊക്കെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചതാണ്. നബി തങ്ങളുടെ ആ യഥാർത്ഥമായ ആ മാതൃക, അല്ലെങ്കിൽ നബി തങ്ങളുടെ അധ്യാപനം പിൻപറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇതൊരു പുതുമയുള്ള കാര്യമല്ല. നബി തങ്ങളുടെ ആ അധ്യാപനം ശരിക്കും നമ്മൾ പിൻപറ്റുകയാണെങ്കിൽ ഇത്തരം അബദ്ധങ്ങളിൽ നമുക്ക് ചെന്ന് ചാടാനും സാധ്യമല്ല. എന്തേ കാരണം? ഹബീബായ നബി തങ്ങൾ പറയുകയുണ്ടായി, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കളവാൽ അവനിക്ക് മതി അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടതൊക്കെയും പറയുക എന്നത്. തൻ്റെ ചെവിയിലെത്തിയ എല്ലാ കാര്യങ്ങളും അതിൻ്റെ സത്യാവസ്ഥ ചിന്തിക്കാതെ, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ പറയുക, പ്രചരിപ്പിക്കുക, എഴുതി വിടുക എന്നത് കളവാൽ അവനിക്ക് മതി. അതിനേക്കാൾ വലിയ ഒരു കളവ് മറ്റൊന്നില്ല എന്ന് ഹബീബായ നബി തങ്ങൾ നമ്മളോട് മുമ്പേ മുന്നറിയിപ്പ് നൽകിയതാണ്. അതിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ വാർത്തയുടെ പേരിൽ, അല്ലെങ്കിൽ ആ പോസ്റ്ററിൻ്റെ കാര്യത്തിൽ ഒരുപാട് കളവുകളും, അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കാര്യത്തിലും പലതും പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പോൾ അവരുടെ പേരിലാണ് ഇങ്ങനെ ഒരു കേസ് പോലീസ് എടുത്തിട്ടുള്ളത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെയും ഇത്തരം വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ തൊട്ട് കാത്തു സലാമത്തിലാക്കട്ടെ. അല്ലാഹു തആല സുന്നി സമൂഹത്തിൻ്റെ ഇടയിൽ ഐക്യവും സന്തോഷവും ഉണ്ടാക്കി തരുമാറാവട്ടെ. നമ്മുടെ പരിശുദ്ധരാകുന്ന സമസ്തയുടെ പണ്ഡിതന്മാരടക്കം സുന്നത്ത് ജമാഅത്തിന് മുഴുവൻ ആലിമീങ്ങൾക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.